പഹൽഗാമിൽ പാവപ്പെട്ട യാതൊരു തെറ്റും ചെയ്യാത്ത കേവലം ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ഇന്ത്യയുടെ സുരക്ഷാ വിന്യാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് കാശ്മീരിലേക്ക് പോയ 29 ജീവനുകളാണ് പൊലിഞ്ഞു പോയത്. മതവും രാഷ്ട്രീയവും ചേരി പോലും മാറ്റിവെച്ച് ഇന്ത്യക്കാരനെന്ന ഒരൊറ്റ ചിന്തയിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ട ദുഃഖത്തിൽ പങ്കുചേരേണ്ട ഈ നിമിഷത്തിലും രാഷ്ട്രീയ ചേരിപ്പോര് നടത്തുന്ന കേരളത്തിലെ BJP-കാരെയും കോൺഗ്രസുകാരെയും മുക്കാലിൽ കെട്ടി തല്ലണമെന്ന് പറയുന്നത് പൊതുജനമാണ്. രാഷ്ട്രീയമാകാം, മതവിശ്വാസമാകാം, പക്ഷേ ഒരു രാജ്യം തന്നെ ഒന്നടങ്കം വിലപിക്കുന്ന ഒരു തീവ്രവാദ പ്രവർത്തനം നേരിടുമ്പോൾ ഇങ്ങനെയല്ല രാഷ്ട്രീയക്കാരെ അതിനെ നോക്കിക്കാണേണ്ടത്. കാശ്മീർ പോലെ തീവ്രവാദികൾ കടന്നു വരാൻ ഏതു നിമിഷവും സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ പലപ്പോഴും പോകാൻ ഇഷ്ടപ്പെടുന്ന സ്വർഗ തുല്യമായ ഒരു സ്ഥലത്ത് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇന്ത്യക്കുള്ളിൽ കാശ്മീരിൽ ഇതുപോലെ തീവ്രവാദികൾക്ക് മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് കടന്നു കയറാനും സാധാരണക്കാരെ കൊന്നൊടുക്കാനും കഴിയുന്ന ഒരിടമുണ്ടെന്ന് തീവ്രവാദികൾ ദൂരെ ഇരുന്ന് അല്ലെങ്കിൽ അന്യ നാട്ടിലിരുന്ന് മണത്തറിഞ്ഞു. പക്ഷേ ഇന്ത്യയുടെ സുരക്ഷാ സേനയെ വിന്യസിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് പറയുന്ന മോദി സർക്കാരിന് മൂക്കിൻ തുമ്പിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നും അതിന് ഇത്തരം നുഴഞ്ഞുകയറ്റ സാധ്യതകൾ ഉണ്ട് എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നത് നാണക്കേട് തന്നെയാണ്. പക്ഷെ അതിന് ബലി കൊടുക്കേണ്ടി വന്നത് ഒന്നും രണ്ടുമല്ല 29 ജീവനുകളാണ്. ഇത് ഏറ്റവും വേദനയോടെ എക്കാലവും ഇന്ത്യ ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ ഈ കേരളത്തിൽ കിടന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ തല്ലുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. കുറഞ്ഞ പക്ഷം മരണപ്പെട്ടു പോയവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിച്ചുകൂടെ നേതാക്കന്മാരെ? എന്തൊരു നെറുകെട്ട രാഷ്ട്രീയമാണ്! വോട്ട് ചെയ്യാനും നിങ്ങളുടെ ഭരണം സഹിക്കാനും നിങ്ങൾക്ക് ടാക്സ് നൽകി ഓരോ വിഭാഗത്തിനും കൊടുക്കേണ്ട ശമ്പളം ഉൾപ്പെടെ തരാനും ഈ പൊതുജനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് രാഷ്ട്രീയം? രാഷ്ട്രീയം രാജ്യത്തിനെ സംബന്ധിക്കുന്നതാണെങ്കിൽ അവിടെ ഏറ്റവും വലിയ അവകാശികൾ പൊതുജനങ്ങളാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികളായ അധികാരത്തിൽ കയറേണ്ടവരാണ്. മലയാളി പോലും കൊല ചെയ്യപ്പെട്ട ഒരു ഭീകരാക്രമണത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരിന് നിൽക്കുന്നത് നാണക്കേടാണെന്ന് പറയാതെ വയ്യ. രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് പരസ്പരം പറഞ്ഞ വാക്കുകളിൽ വീണുപോയ പൊട്ടും പൊടിയും തിരഞ്ഞ് യുദ്ധം ചെയ്യാൻ നിൽക്കുകയാണ് ഇരു കക്ഷികളും. കേരള രാഷ്ട്രീയം എന്തെന്നോ കേരളം എന്തെന്നോ അറിയാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ ഒരാൾ പഹൽഗാം ദുരന്തത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും പാകിസ്ഥാൻ അനുഭാവമാണ് എന്ന തരത്തിൽ സംസാരിച്ചിരുന്നു. അത് മലയാളവും കേരള രാഷ്ട്രീയവും അറിയാത്തത് കൊണ്ടുള്ള വിളിച്ചു പറയലാണെന്നാണ് VD സതീശൻ പ്രതികരിക്കുന്നത്. മലയാളം തന്നെ നേരെ ചൊവ്വേ സംസാരിക്കാനും കേട്ടാൽ മനസ്സിലാക്കാനും കഴിയാത്ത ഒരാൾക്ക് മറ്റുള്ള ആൾക്കാർ പറഞ്ഞത് തെറ്റായാണ് മനസ്സിലായത്, അത് താൻ ക്ഷമിച്ചു കൊടുത്തു എന്നുള്ള പ്രസ്താവനയാണ് സതീശൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇടതുപക്ഷവും വലതുപക്ഷവും പരോക്ഷമായി തീവ്രവാദികളുടെ കൂടെ നിൽക്കുന്ന പോലെ കേന്ദ്രത്തെ കുറ്റം പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഈ കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതല്ലേ എന്ന് രാജീവ് ചോദിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസും ഇടതുപക്ഷവും രാജ്യത്തിനൊപ്പമാണ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ സന്ദീപ് വാര്യർ BJP-യോടുള്ള തന്റെ വ്യക്തിവിരോധം തീർക്കാനുള്ള നേരമായിട്ട് ഇതിനെ കണക്കാക്കുകയും ചെയ്തു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി നടന്ന ദുരന്തത്തിന് മോദി കണക്കു പറയണമെന്നാണ് സന്ദീപ് വാര്യർ ആഹ്വാനം ചെയ്തത്. മരിച്ചുപോയവരുടെ വീട്ടുകാർക്ക് മാത്രമാണ് അവരെ കുറിച്ചുള്ള ആവലാതികൾ ഉള്ളത്. അവനവന്റെ വീടിനു നേരെ ഇത്തരമൊരു ഭീകരാക്രമണം വന്നാൽ മാത്രമേ അതിന്റെ തീവ്രത മനസ്സിലാക്കൂ എന്നുള്ള ചിന്താഗതിയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക്. മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഇന്ത്യയുടെ മഹാദുരന്തത്തിൽ വിലപിക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഇത്രയും ഹീനമായ ചിന്താഗതിയാണല്ലോ എന്നതോർത്ത് പൊതുജനം തല ഉനിക്കുകയാണ്. ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങൾ പോലും സഹായ വാഗ്ദാനങ്ങൾ നൽകി ഇന്ത്യക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ കേരളത്തിലെ ഈ നാലാംകിട നേതാക്കന്മാരുടെ വിവരക്കേടിനെ ഓർത്ത് പുച്ഛം തോന്നുകയാണ്.